ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ മുന്നോടിയായി ചെറുവട്ടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷണ വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിനുള്ള ബിന്നുകൾ സ്ഥാപിച്ചു. സ്കൂൾ വർഷാരംഭത്തിന്റെ ആദ്യം തന്നെ ബയോ ബിന്നുകൾ സ്ഥാപിച്ചിരുന്നതിന് പുറമെയാണ് ഭക്ഷണമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി പുതിയ ബിന്നുകൾ നൽകിയത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ മുന്നോടിയായാണ് ശുചിത്വപാതയിലൂടെ പുതുതലമുറ എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ ഭക്ഷണ വേസ്റ്റ് സംസ്കരിക്കുന്നതിനായുള്ള ബയോ ബിന്നുകൾ സ്ഥാപിച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ SMC ചെയർമാൻ അഞ്ജു വിപിൻ അധ്യക്ഷത വഹിച്ചു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് ബയോ ബിന്നുകൾ എങ്ങനെ സജ്ജമാക്കാമെന്നും സ്കൂളിലുണ്ടാകുന്ന ഭക്ഷണ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാമെന്നും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി. ഭക്ഷണമാലിന്യങ്ങൾ വേണ്ടവിധം സംസ്കരിച്ചില്ലെങ്കിൽ ഈച്ച, കൊതുക്, എലി തുടങ്ങിയ രോഗകാരികളായ ജീവികൾ പെരുകി മനുഷ്യരിലുണ്ടാക്കുന്ന രോഗങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും സ്കൂൾ ഹെഡ്മാസ്റ്റർ KH സൈനുദ്ദീൻ കുട്ടികൾക്കായി ക്ലാസ് നയിച്ചു. ഇതിനോടകം ഹരിത കേരള റിസോഴ്സ് പേഴ്സൺമാർ സ്കൂൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിനെ ഹരിത വിദ്യാലയമാക്കി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. വൈവിധ്യങ്ങളായ ഇത്തരം ധാരാളം പ്രവർത്തനങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്നതാണ് ഈ സർക്കാർ വിദ്യാലയം. ആയിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ വിദ്യാലയം എല്ലാവിധ സൗകര്യത്തോടെയും ഹൈടെക് ആക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരുക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിയും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പ്രദേശത്തുള്ള മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളിനെ കൂടി സംയോജിപ്പിക്കുകയും മാലിന്യ സംസ്കരണ ബോധം കുട്ടികളിലൂടെ സമൂഹത്തിലേക്കും വീട്ടിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ പച്ചക്കറി കൃഷി, പൂന്തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, കരനെൽ കൃഷി, അങ്ങനെയുള്ള വൈവിധ്യമാർന്ന കുറേ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളിൽ ഇത്രയും ജൈവ വൈവിധ്യത്തോടു കൂടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ റഷീദ് കവലയ്ക്കൽ, സലീം അമ്പാടത്ത്, പൂർവ്വ വിദ്യാർത്ഥിയും ശില്പിയുമായ രവീന്ദ്രൻ ചങ്ങനാട്ട്, അധ്യാപകരായ അൻസ, അഞ്ജു ജോർജ്, മേഘ, പ്രസന്നകുമാരി, ഫഹദ്, മേരി ജിൻസി എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.